PV അൻവർ MLA ആരോപണങ്ങളിൽ നിർണായക നീക്കവുമായി സംസ്ഥാന സർക്കാർ. ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംസ്ഥാന ഇന്റലിജൻസ് അന്വേഷിക്കും. മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞുവെന്ന് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുന്നു. സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്നായിരിക്കും പ്രധാനമായും അന്വേഷിക്കുക. ഇതിന് പിന്നിൽ PV അൻവറിൻ്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആര് എന്ന അന്വേഷണവുമായി ഇന്റലിജൻസ് സംവിധാനം കേരളത്തിൽ യാത്ര തുടങ്ങാൻ പോകുന്നു എന്ന വിവരമാണ് തലസ്ഥാനത്ത് നമുക്ക് ലഭിക്കുന്നത്. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് ഈ ബിഗ് ബ്രേക്കിംഗുമായി നമുക്കൊപ്പം ചേരും. അതുപോലെ മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയനും ചേരുന്നുണ്ട്. ആദ്യം ദീപക്കിലേക്ക്. ദീപക്, സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഇത്തരമൊരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു എന്നാണ് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താണ് ലഭിച്ചിരിക്കുന്നത്? SKN ഇന്റലിജൻസ് മേധാവി ADGP മനോജ് എബ്രഹാം കഴിഞ്ഞ ദിവസം ഒരു പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് AU നോട്ട് നൽകിയിരുന്നു. അതിൽ ആ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ തന്നെ ഇതിന് പുറകിൽ മറ്റു ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളുണ്ടായിരുന്നു. മാത്രവുമല്ല, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറെ സമയമെടുത്തുകൊണ്ട് ഇന്നലെ ADGP അജിത് കുമാറിൻ്റെ നടപടി, ഒപ്പം തന്നെ P ശശിയുടെ നടപടി, ഇതിനെ കൃത്യമായി P ശശിക്ക് മാതൃകാപരമായ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അൻവറിനെ തള്ളിയത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് വിശദമായ രഹസ്യാന്വേഷണത്തിന് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സർക്കാർ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ വളരെ കൃത്യമായ വിഷയങ്ങൾ അന്വേഷിക്കുകയാണ്. അതിൽ PV അൻവറിൻ്റെ ആരോപണങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അത് DGP ദർവേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിലാണ്. എന്നാൽ ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടോ എന്നതാണ് ഇന്റലിജൻസ് വിഭാഗം, സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുക. ഈ അന്വേഷണത്തിൽ തന്നെ പ്രധാനമായ ടേംസ് ഓഫ് റെഫറൻസായി ചില കാര്യങ്ങൾ വരുന്നു. അതിലൊന്ന്, പോലീസ് സേനയ്ക്കകത്തു നിന്നും ആരൊക്കെ ഇതിൽ പങ്കാളിയായി, അതായത് അൻവറിന് പോലീസ് സേനയ്ക്കകത്തു നിന്നും ചില രേഖകൾ, പ്രത്യേകിച്ചും SOGയുടെ പോസ്റ്റിംഗ് ഉൾപ്പെടെ, SOGയുടെ അതായത് ഏറ്റവും രഹസ്യമായി പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റ് വിരുദ്ധ സേനയുടെ നീക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പോയി എന്ന വിവരമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസ് സേനയിൽ നിന്നും എങ്ങനെ വിവരങ്ങൾ ചോർന്നു എന്നുള്ളത്. പിന്നെ സ്വർണ്ണക്കടത്തു സംഘത്തിന് ഈ ഗൂഢാലോചനയിൽ പങ്കാളിത്തമുണ്ടോ എന്നുള്ളത്. കാരണം സുജിത് ദാസിൻ്റെ കാലം മുതലുള്ള സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ. മാത്രവുമല്ല, സംസ്ഥാന പോലീസ് സ്വർണം നിരവധി പിടിച്ചു. ആ പിടിച്ച കാര്യങ്ങളെക്കുറിച്ച് ഇന്നലെ അൻവർ വാർത്താ സമ്മേളനത്തിൽ മറ്റൊരു രീതിയിലാണ് അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കടത്ത് സംഘത്തിന്, സ്വർണം പൊട്ടിക്കൽ സംഘത്തിന് ഈ ഗൂഢാലോചനയിൽ പങ്കാളിത്തമുണ്ടോ എന്നുള്ള കാര്യം. മറ്റേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും സാമ്പത്തികമായ ഇടപാടുകൾ, അതായത് പോലീസിനെതിരെ ഒരു പീഡന പരാതിയുമായി ഒരു യുവതി എത്തിയിരുന്നു. ഇത്തരത്തിലുള്ള വിവിധ ആരോപണങ്ങളുണ്ട്. ഈ സീരീസ് ഓഫ് ആരോപണങ്ങൾ, എലിഗേഷൻസ്, അതിനെല്ലാം പുറകിൽ എന്തെങ്കിലും പണമിടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ളത്. ഈ തരത്തിൽ വിശദമായ ഒരു രഹസ്യാന്വേഷണത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ കടന്നാക്രമിക്കുകയായിരുന്നു ഇന്നലെയും PV അൻവർ MLA നടത്തിയത്. പക്ഷേ എന്നാൽ ഇന്നലെ കാലത്ത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പൂർണ്ണമായ ക്ലീൻ ചീറ്റ് നൽകി മാതൃകാപരമായ പ്രവർത്തനം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിന് പുറകിൽ ലക്ഷ്യം മുഖ്യമന്ത്രി തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു വിശദമായ രഹസ്യാന്വേഷണത്തിലേക്ക് കടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്, വിവരം ലഭിക്കുന്നത്. SKN. താങ്ക് യു. ദീപക് തർമ്മടമാണ് നമുക്കൊപ്പം ചേർന്ന്. വളരെ അപ്രതീക്ഷിതമായൊരു നീക്കമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ പോലീസിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ ചോർന്നു പോവുക, പോലീസ് സേനയിലെ ചില ആളുകൾ തന്നെ ഇത്തരം ആളുകളെ സഹായിക്കുക, പോലീസിൽ നടക്കുന്ന ചില ഗ്രൂപ്പ് വഴക്കുകൾക്കൊക്കെ ഇതിൽ സ്ഥാനമുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു എന്നാണ് വിവരം. ഇന്റലിജൻസ് ഇതിൻ്റെ പിന്നിലെ ഗൂഢസംഘത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് അറിയുന്നു. മുഖ്യമന്ത്രി നേരിട്ട് വളരെ ഗൗരവത്തോടെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ കൂടി അറിയിക്കുന്നത്. ഇനി മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ കൂടി ചേരുന്നു. ബിപിൻ, ഗുഡ് മോർണിംഗ്. ബിപിൻ, യഥാർത്ഥത്തിൽ PV അൻവർ MLA നീക്കത്തിനുമില്ല, അദ്ദേഹം തനിച്ചല്ല എന്ന വിശ്വാസമാണ് സംസ്ഥാന ഇന്റലിജൻസിനും അതുപോലെ സർക്കാരിനുമുള്ളത്. അതുകൊണ്ട് തന്നെ കർക്കശമായ നീക്കങ്ങളുമായി സംസ്ഥാന സർക്കാർ ആദ്യമായി രംഗത്ത് വരുന്നു. PV അൻവർ ആരോപണം ഉന്നയിച്ച കാലം മുതൽ തന്നെ അദ്ദേഹത്തിനെതിരെ അന്വേഷണമോ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഏതെങ്കിലും ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. PV അൻവറിനോട് ഒരു പരിധിവരെ ഉദാരമായൊരു സമീപനമായിരുന്നു സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്നലെ ഈ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പ്രത്യക്ഷപ്പെട്ടതോടെ നിലപാട് മാറ്റിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. പുകഞ്ഞുകൊള്ളി പുറത്തേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനയാണോ എന്ന് പോലും സംശയിക്കാൻ ന്യായമുണ്ട്. സംസ്ഥാന ഇന്റലിജൻസ് അന്വേഷണം തുടങ്ങുന്നു എന്ന അതിപ്രധാനമായ ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ബിപിൻ സി വിജയൻ, പറയൂ. അതെ, SKN, അൻവറിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത്. ആദ്യം മുതൽ തന്നെ ഇത്തരം പരാതികളെല്ലാം ഉന്നയിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ കുറച്ച് അരിഭാപൂർവമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. കാരണം SP-ക്കെതിരെ പരാതി വരുന്നു, ഈ SP-യെ തന്നെ പിന്നീട് സ്ഥാനത്തിൽ നിന്ന് മാറ്റുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ ADGP-ക്കെതിരെയും നിരന്തരം
വാർത്താ സമ്മേളനം നടത്തിയ PV അൻവർ ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിനെല്ലാം മറുപടി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അൻവറിന് പിന്നിൽ ആര് എന്നൊരു ചർച്ച നിലവിൽ തന്നെ സജീവമായി CPM-നെ സംബന്ധിച്ച് നിൽക്കുന്നുണ്ട്. ആ ചർച്ചയ്ക്കൊടുവിൽ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി അൻവറിനെതിരെ ഒരു അന്വേഷണത്തിലേക്ക് എത്തുന്നു. ഇന്നലെ ഗവർണറുടെ ഒരു പരാതി ഉണ്ട് എന്നുള്ളതിൽ പറയുമ്പോൾ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ഏത് രീതിയിൽ അന്വേഷണം ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ ഒരു ഇന്റലിജൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി അൻവറിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. SKN ബിപിൻ സി വിജയൻ, ഇക്കാര്യത്തിൽ PV അൻവറിൻ്റെ അഭിപ്രായം തേടാൻ നമുക്ക് കഴിഞ്ഞു. കാരണം വളരെ കർക്കശമായ തീരുമാനങ്ങൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നു. മാത്രമല്ല തനിക്ക് തന്നെ ഈ ഫോൺ കോളിൻ്റെ വിശദാംശങ്ങൾ ലഭിച്ചു. അതുപോലെ അദ്ദേഹം തന്നെ ചില ഫോൺ കോളിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടു. അതുപോലെ ചില മെസ്സേജുകൾ അദ്ദേഹത്തിന് ലഭിച്ചു എന്നൊക്കെ അദ്ദേഹം തന്നെ പത്രസമ്മേളനത്തിൽ അവകാശപ്പെട്ടിരുന്നെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ സംസ്ഥാന ഇൻ്റലിജൻസോ സ്പെഷ്യൽ ബ്രാഞ്ചോ മറ്റ് പോലീസ് ഏജൻസിയോ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടെ സ്ഥിതിഗതികൾ മാറുകയും ഇന്നലെ രാത്രിയോടെ തീരുമാനം ഏതാണ്ട് വരികയും ചെയ്തിരിക്കും. ഇന്ന് വരുന്ന ഏറ്റവും വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നത് സ്വർണ്ണക്കടത്ത് സംഘവുമായും ഇത്തരം ബന്ധങ്ങളുണ്ടോ, ആരാണ് ഇതിൻ്റെ മേലെ യഥാർത്ഥ കൈകൾ എന്ന് അന്വേഷിക്കാൻ ഇൻ്റലിജൻസ് സംവിധാനത്തിന് നിർദ്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞു ആഭ്യന്തര വകുപ്പിൽ നിന്ന് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ ഗൂഢശക്തികൾ ആരെന്ന് കണ്ടുപിടിക്കുന്ന പ്രാഥമിക ദൗത്യം ഇൻ്റലിജൻസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. PV അൻവർ MLA-ക്ക് ഇതിനോട് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചോ? നിലവിൽ അദ്ദേഹം ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല. പഠിച്ചതിന് ശേഷം പ്രതികരിക്കാമെന്നുള്ളതാണ് അദ്ദേഹം പ്രാഥമികമായി തന്നെ പറയുന്നത്. പക്ഷേ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അൻവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇനി തനിക്കെതിരെ ഇത്തരത്തിൽ കേസുകൾ ഉണ്ടാകും എന്ന് അദ്ദേഹം പല തവണ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അത്തരം കേസുകൾ ഉണ്ടായാൽ താൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ് എന്നും പറയുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ പിന്നിൽ ആരാണ്, അതായത് സ്വർണം പൊട്ടിച്ച സംഘമോ അല്ലെങ്കിൽ മാഫിയ സംഘമോ ഒക്കെ ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ ഉണ്ടാകാമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിന് തൊട്ടു പിന്നാലെ അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇനി ആ രീതിയിൽ താൻ ഇവരുടെയൊക്കെ തലവനാണ്, താൻ മാഫിയാണ് എന്നുള്ള രീതിയിലൊക്കെ പല വാർത്തകളും പുറത്തു വന്നേക്കാം, അങ്ങനെയാണെങ്കിൽ ജയിലിൽ കിടക്കാൻ വരെ തയ്യാറാണ് എന്നുള്ളതും അൻവർ ഇന്നലെ പലതവണ ആവർത്തിച്ചിരുന്നു. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നീക്കം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ കൂടിയായിരിക്കാം, ഒരു സംസാരം കൂടിയായിരിക്കാം ഇന്നലെ PV അൻവറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്നാൽ അദ്ദേഹം CPM-ലെ ഒരു വിഭാഗത്തെ കൂടെ നിർത്താനുള്ള ശ്രമവും ഇന്നലെ തന്നെ നടത്തി. കാരണം P ശശിക്കെതിരെ പരാതിയുമായി കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർ തന്നെ തന്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്. ഒപ്പം രക്തസാക്ഷി കുടുംബത്തിൽപ്പെട്ടവർ അടക്കം P ശശിക്കെതിരെ പരാതിയുമായി തന്നെ സമീപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ CPM-ലെ തന്നെ ഒരു വിഭാഗത്തെ കൂടെ നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇന്നലത്തെ ആ വാർത്താ സമ്മേളനത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഇത്തരം ഒരു നീക്കം നടത്തുന്നുവെന്ന ദീപക് തർമ്മടമാണ് അല്പം മുമ്പ് റിപ്പോർട്ട് ചെയ്തത്.